വെനസ്വേലയ്ക്കെതിരെ പെട്ടെന്നൊരു ആക്രമണം നടത്തി ആ രാജ്യത്തെ പ്രസിഡന്റ് മദുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അർദ്ധരാത്രിയിൽ അമേരിക്ക അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ടൺ കണക്കിന് കൊക്കൈൻ എന്ന മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്താൻ ഗൂഢാലോചന നടത്തി. നിയമവിരുദ്ധമായി ആയുധങ്ങൾ കൈവശം വച്ചു. രാജ്യത്തെ ക്രൂഡ് ഓയിൽ വരുമാനം ദുരുപയോഗം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് അവർക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറത്ത് മറ്റ് ചില സത്യങ്ങളുണ്ടെന്ന് വാർത്തകൾ പറയുന്നു. പ്രത്യേകിച്ച് മദുറോ കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ നേരിട്ട് പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു. അന്ന് ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നെ പിടിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞത് ട്രംപിനെ പ്രകോപിപ്പിച്ചു. ട്രംപിന്റെ അനുയായികളും രോഷാകുലരായി. അതിന്റെ ഫലമായാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്ത് കടുപ്പത്തിൽ നടപ്പിലാക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കൂടാതെ ഇതിന്റെ പ്രധാന പശ്ചാത്തലം ക്രൂഡ് ഓയിൽ രാഷ്ട്രീയം തന്നെയാണെന്നും പറയപ്പെടുന്നു. പ്രത്യേകിച്ച് വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യമാണ്. ലോകത്തെ മൊത്തം എണ്ണ സമ്പത്തിന്റെ ഏകദേശം 18% വെനസ്വേലയിലാണ്. ഇത് സൗദി അറേബ്യയേക്കാൾ 3% കൂടുതലാണ്. ഇറാനേക്കാൾ 6% കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയിൽ ഇടതുപക്ഷക്കാരനായ മദുറോയുടെ ഭരണം ദീർഘകാലമായി നടന്നുവരികയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന വലിയ തോതിൽ നിക്ഷേപം നടത്തുകയും ഇവിടുത്തെ എണ്ണ സമ്പത്ത് അനുഭവിക്കുകയും ചെയ്യുന്നു. ആ രാജ്യത്ത് നിന്ന് ഏകദേശം 70 മുതൽ 90% വരെ ക്രൂഡ് ഓയിൽ ചൈന ഇറക്കുമതി ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ചൈനയുടെ യുവാൻ കറൻസിയിലാണ് എണ്ണ വ്യാപാരം കൂടുതലായി നടന്നിരുന്നത്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ചൈന റഷ്യൻ എണ്ണയും വെനസ്വേലൻ എണ്ണയും ഒരേ സമയം കുറഞ്ഞ വിലയിൽ അനുഭവിക്കുന്നു. അതേസമയം ഈ എണ്ണ ശുദ്ധീകരിച്ച് വിവിധ ബ്രാൻഡുകളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ പല ലോകരാജ്യങ്ങളിലേക്കും അയച്ച് ചൈന വലിയ ലാഭമുണ്ടാക്കി വരുന്നു. ഈ സാഹചര്യത്തിൽ എണ്ണ വിൽപ്പനയിലും ഡോളർ സ്വാധീനത്തിലും ലോകത്തെ മുടിച്ചൂടാ മന്നനായി തിളങ്ങുന്ന അമേരിക്കയ്ക്ക് ചൈനയ്ക്ക് ഇടം നൽകുന്ന വെനസ്വേലയോട് തീരാത്ത ദേഷ്യമുണ്ടായി. ലോക സമ്പദ്വ്യവസ്ഥയിൽ ഇതിനകം 2ാം സ്ഥാനത്തുള്ള ചൈന എപ്പോഴും തന്നെ മറികടക്കാൻ അനുവദിക്കരുതെന്ന് ശ്രദ്ധിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇത്തവണ കെണിയൊരുക്കി കൃത്യമായി വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടിയെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം മദുറോയുടെ വീഴ്ചയ്ക്ക് ശേഷം വെനസ്വേലയിലെ എണ്ണക്കിണറുകൾ അമേരിക്കൻ കമ്പനികൾ നിയന്ത്രിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലൂടെ അമേരിക്ക ഒരേ കല്ലിൽ 2 മാങ്ങ എറിഞ്ഞതായി നിരീക്ഷകർ പറയുന്നു. വെനസ്വേലയുടെ മൊത്തം എണ്ണ സമ്പത്തും അമേരിക്കയുടെ വശമാവുകയും ഡോളറിന്റെ ആധിപത്യം വർദ്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം ചൈനയുടെ ആധിപത്യത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്നതാണത്. അതേസമയം അമേരിക്കൻ നിയന്ത്രണത്തിന് കീഴിൽ വെനസ്വേല വീണ്ടും ഉയിർത്തെഴുന്നേറ്റാൽ 100% എണ്ണ ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ക്രൂഡ് ഓയിൽ വില കുറയാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു കാലത്ത് വെനസ്വേലയിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. പ്രതിദിനം 4 ലക്ഷം ബാരലുകൾ വരെ ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കൻ സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളാൽ കഴിഞ്ഞ 2020 മുതൽ വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ നിർത്തിവച്ചു. നിലവിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിൽ വെനസ്വേല വരുന്നതിനാൽ ആ രാജ്യത്ത് ക്രൂഡ് ഓയിൽ വ്യാപാരം വീണ്ടും ഉണരും. അതിനാൽ ഇന്ത്യയുടെ ONGCക്ക് ലഭിക്കേണ്ട പഴയ കുടിശ്ശിക തുകയായ 9,000 കോടി രൂപ ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ടായിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും റിലയൻസ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ചില സ്വകാര്യ ശുദ്ധീകരണശാലകളും വെനസ്വേലയിൽ വീണ്ടും കാൽക്കുത്താമെന്നും വിദഗ്ധർ പറയുന്നു. വെനസ്വേലൻ പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത അറസ്റ്റിന് ആ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. റഷ്യ, ചൈന, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങൾ ഇതിനെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കഠിനമായി വിമർശിച്ചിട്ടുണ്ട്. അതേസമയം അർജന്റീന പോലുള്ള തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തു. ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ സമവായ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. അവിടെ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം ജനാധിപത്യ രീതിയിലുള്ള മാറ്റത്തെയും അവർ ഊന്നിപ്പറയുന്നു. എന്തുതന്നെയായാലും വെനസ്വേലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയ്ക്ക് ഒരു വാതിൽ തുറന്നുവയ്ക്കുന്നതായാണ് ലോക വ്യാപാര വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.